നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് തോട്ട്സ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ച് പേരെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ തട്ടിക്കളിക്കുന്ന ഒരു ഫീല്, അത്തരം ഒരു എനർജി, ഒരു പാസ്റ്റ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ചില സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ തോന്നും. റിലേഷൻഷിപ്പിനെ നിങ്ങളെക്കാൾ കൂടുതൽ സീരിയസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ എടുക്കുന്നുണ്ട്, ഭയങ്കര ജെന്യൂൻ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെങ്കിലും ചില സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം അവരൊട്ടും ജെന്യൂനായിട്ട് നിൽക്കാത്ത പോലെയും ഇവർക്ക് നിങ്ങളോട് ശരിക്കും സ്നേഹം ഉണ്ടോ എന്ന് പോലും തോന്നത്തക്ക രീതിയിലുള്ള ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് കൂടുതലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കുറേ, അതായത് പല രീതിയിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ പറയുന്നതൊക്കെ വിശ്വസിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതെന്താണ് യാഥാർത്ഥ്യം എന്ന് പോലും മനസ്സിലാക്കാതെ ഈ കണ്ണും അടച്ച് വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിശ്വസിക്കും. അതിൻ്റെ ശരിയോ തെറ്റോ ഒന്നും അവർ കൂടുതൽ അന്വേഷിക്കില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കൂടുതലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും ഒരുപാട് ഒരു ബോർഡനൊക്കെ അനുഭവിക്കുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അവർ അനുഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റിനുള്ളൊരു സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ തന്നെ അവരായിട്ട് തന്നെ വരുത്തി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല, പലരെയും വിശ്വസിച്ച് പോകുന്നുണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ കുറച്ചൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. മനസ്സിലൊന്നും അങ്ങനെ എല്ലാം വിശ്വസിക്കുന്നു, പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു നേച്ചർ ആയിരിക്കാം ഈ ഒരു പേഴ്സൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു എളുപ്പമാണ്. മറ്റുള്ള ആരും പറയുന്നതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു നേച്ചറായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ പക്ഷെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവുന്നതല്ല. നിങ്ങൾ ഭയങ്കര സിൻസിയറായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഒക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും അങ്ങനെ അവർ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സണായിട്ടുള്ള ഫ്യൂച്ചർ ലൈഫൊക്കെ പോലും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഒന്നിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ മിസ്സ് ചെയ്യുകയാണ്. പലപ്പോഴും റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളാണ് കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. കോൾ ചെയ്യാനും ഒക്കെ തന്നെ കൂടുതലൊരു പ്രവണത കാണിക്കുന്നത് നിങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പല കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടായിരിക്കാം ഡെയിലി ലൈഫിൽ. എന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനും അവരെ ഒന്ന് കാണാനും ഒക്കെ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആഗ്രഹം വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു സ്പിരിച്വലി കുറേ കണക്ഷൻ ഉള്ളവരാണ്. നിങ്ങളുടെ പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ കൂടി അവരെക്കാൾ കൂടുതലായിട്ടും നിങ്ങൾ ഒരു സ്പിരിച്വലി നിങ്ങൾ കുറേ കൂടി ഒരു അറ്റൻഷൻ കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് കൂടുതലായിട്ടും ലൈഫ് കുറേ കൂടി സൂപ്പർബാകാനും അവർക്ക് കൂടുതലും സ്ട്രെങ്ത് കൊടുക്കാനും അവരുടെ ലൈഫ് നന്നായി പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. സോ അങ്ങനെ ആവണ്ട. നിങ്ങൾ കൂടുതലും പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകാനും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കൂടുതലും പ്രാർത്ഥിക്കുക. നിങ്ങൾ കുറേ പേരെങ്കിലും സെൽഫ് ലവ് പോലും ചെയ്യുന്നില്ല. നിങ്ങളെ പോലും മറന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. നിങ്ങൾക്കായിട്ട് നിങ്ങളൊന്നും തന്നെ പ്രാർത്ഥിക്കാറില്ല. നിങ്ങൾ കൂടുതലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കൂടുതലും ഈ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുക്കണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവണം, അവർക്കൊരു ഹാപ്പി ആയിട്ട് അവരിക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു എനർജിയൊക്കെ അവർക്ക് ചെല്ലും. അവരുടെ ലൈഫ് കുറേ കൂടി സൂപ്പറായിട്ട് പോവുമെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് ഒരു സ്ട്രെങ്ത് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക കൂടുതലും. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഒരു എനർജി എന്ന് പറയുന്നത്, ഇവർ ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ് ഇവർ നിങ്ങളോട് കാണിക്കും. ഭയങ്കര ഒരു മൂഡ് സ്വിങ്സ് പോലെയൊക്കെ ഫീൽ ചെയ്യും. പെട്ടെന്ന് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, പെട്ടെന്ന് തന്നെ അവർ അതുപോലെ തന്നെ പോവും. പിന്നെ ഒരു ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊരു വിട്ട് നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡിറ്റാച്ച്ഡായി മാറുക, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾ കൂടുതലും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ പേരെങ്കിലും ഫേസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ഇവരിൽ നിന്ന് മാറണം, ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഇനി ഇത് റിലേഷൻഷിപ്പെ നിർത്തിയാലോ നിങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷെ നിങ്ങളെ കൊണ്ട് അത് സാധിക്കാതെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും
ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുകയാണ് ഈ ഒരു പേഴ്സണോട്. കാരണം നിങ്ങൾ ഒരുപാട് ജെന്യുയിനായിട്ട് തന്നെ നിൽക്കുന്നവരാണ്. നിങ്ങൾ കൂടുതലും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ ക്യൂരിയസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്താവണം, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് അവർ നിങ്ങളോടൊരു ഒരു എനർജി കുറവായിട്ട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് പോലെയുള്ള ഒരു എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്താലും നിങ്ങൾ വീണ്ടും ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ബൈ പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റാത്തത്, കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളൊരു എന്താ പറയുക, ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത് എന്നുള്ളൊരു എനർജിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു പേഴ്സണ് ശരിക്കും അറിയാം നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് അവർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അവർക്ക് നിങ്ങളാണ് അവരുടെ ലൈഫിൽ പല പല മാറ്റങ്ങളും വരുത്തിയിട്ടുള്ളത്. ഒരുപാട് പോസിറ്റീവ് എനർജീസ് നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. പക്ഷേ അവരെന്തുകൊണ്ടോ അവർ നിങ്ങളോട് പല കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാണ്ട് വരുന്നുണ്ട്, ഡിറ്റാച്ച്ഡ് ആയി പോകുന്നുണ്ട്. പല കാര്യങ്ങളും ഓർക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു അകലം പാലിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ റീഡിങ്ങിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ ഒരു ബിഹേവ് ചെയ്യാനുള്ള റീസൺ, അതായത് പെട്ടെന്ന് തന്നെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കോൾ ഇട്ട് ഇത് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക. ചിലപ്പോൾ സംസാരിച്ചു അന്നൊരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഉച്ച വരെ ചിലപ്പോൾ സംസാരിക്കുന്നതൊക്കെ തന്നെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടത് പെട്ടെന്ന് തന്നെ ഒരു പിണക്കം വന്ന് പോവുക, ഫോൺ എടുക്കാണ്ടിരിക്കുക, അങ്ങനെ പെട്ടെന്നൊരു അകലം കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒട്ടും വാല്യൂ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഉപരി ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സണ് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മേ ബി ഒരുപാട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സൺ ഇതിനോടകം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഈ ഒരു പേഴ്സണ് അതായത് പല പല കാര്യങ്ങളിൽ ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ അവർ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് യെസ് പറയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഫാമിലി സപ്പോർട്ട് കുറവായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒരു സമ്മതത്തിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളോടൊരു ഉറപ്പ് പറയാനോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാനോ ഇവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ പല തവണ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിനോട് ഇനി ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പിലേക്ക് വരില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ടെങ്കിലും അവർക്കാണ് കൂടുതലായിട്ടും നിങ്ങളെക്കാളും കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുക്കണമെന്നും നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോകണമെന്നും ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഒക്കെ അവരായിരിക്കാം. കാരണം ആ ഒരു എനർജി ഇവിടെ ഫീൽ ആവുന്നുണ്ട് ഇപ്പോൾ. കാരണം ആ ഒരു പേഴ്സൺ ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഇങ്ങനെ അല്ല അവർ, അതൊക്കെ മാറണം. പക്ഷെ അവർക്ക് അത് തുറന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും, അതായത് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ പേഴ്സണുണ്ട്, കുറച്ചൊരു ഈഗോയും ഉണ്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറയും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് നിങ്ങളാണ്. ശരിയാണ്, റിലേഷൻഷിപ്പിന് കൂടുതലായിട്ടൊരു സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു 2-3 സ്റ്റെപ്പോ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ മുന്നോട്ട് വെച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും പുറകിലേക്ക് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത് നിങ്ങൾ ചെറിയൊരു ഈഗോ നിങ്ങൾക്കുണ്ട്. രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്ന അവർക്ക് പല കാര്യങ്ങളിലും ഒരു കൺഫർമേഷൻ തരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്കൊരു യെസ് പറയാനും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ഭയമാണ് അവർക്ക്. അല്ലെങ്കിൽ അവർക്ക് ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. അത് അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കാരണം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ നിറയെ ഉണ്ട്. പലപ്പോഴും അവർ വേണ്ട റിലേഷൻഷിപ്പിന് വേണ്ട, നിർത്താം എന്നുള്ളത് ഒക്കെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അന്ന് രാത്രി നിങ്ങൾ കുറേയധികം വിഷമിക്കും. അങ്ങനെ പറഞ്ഞു പിണങ്ങിയിട്ടുണ്ട് പല തവണയെങ്കിലും. പക്ഷെ അങ്ങനെ പിണങ്ങുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുക അവർ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത്. അല്ല, നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ആ ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു രാത്രി ഒരു ഉറങ്ങാതെ കിടക്കുന്നതും വിഷമിക്കുന്നതും ഒക്കെ ഈ ഒരു പേഴ്സൺ തന്നെയാണ്. കാരണം അവർ വേണമെന്ന് വെച്ചിട്ട് പറയുന്നതല്ല, സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവർ പലപ്പോഴും പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും അവർക്ക് പക്ഷേ അങ്ങനെ പറഞ്ഞു അങ്ങനെ പോയി അവർക്കൊരു ഫീലിങ്സ് ഇല്ല, അങ്ങനെയല്ല, അവർ തന്നെയാണ്, അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ്.